അപ്പോൾ ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ 2 കഥ വായിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പാർട്ട് 2-ൽ ഇതിൻ്റെ ബാക്കിയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അടുത്ത നിമിഷം ഞാൻ ആ കാഴ്ച കണ്ടു. സിംഹം നിലത്തല്ല, വായുവിലാണ്. ഷെർലക് അവൻ്റെ കഴുത്തേനു കുത്തിപ്പിടിച്ച് എറിയാൻ നിർത്തിയിരിക്കുകയാണ്. പുല്ലിലെ പാടു നോക്ക്, എടുത്തെറിഞ്ഞാലേ ഇങ്ങനെ പാടുവരൂ. അതും ഏറിൻ്റെ ശക്തിയിൽ. പല്ലിലൂടെ അല്പം നിരങ്ങിയ പാടമുണ്ട്. തൻ്റെ ബഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ദിശയിൽ. അവിടെ നിന്ന് എറിഞ്ഞാലേ ഈ പാട് ഇങ്ങനെ കാണൂ. ഇനി ഇതിനേക്കാൾ പ്രധാനപ്പെട്ട തെളിവ്. കുഞ്ഞിൻ്റെ വിരലിൽ തൻ്റെ സടയിലെ ഒരു രോമം കാണാം. ശരിയായിരുന്നു, കുഞ്ഞിൻ്റെ വിരലിൽ ഒരു സടരോമം ചുറ്റിയിരിപ്പുണ്ട്. വായുവിൽ തൂങ്ങി നിന്നു കൊണ്ടുതന്നെ സിംഹം മറുപടി പറഞ്ഞു. അതുകൊണ്ട് തന്നെയാ സാർ ഞാനവനെ തൊഴിച്ചെറിഞ്ഞത്. എൻ്റെ സട പിടിച്ചു വലിച്ചാൽ ഞാൻ എത്ര നേരം സഹിക്കും? പാവം വികൃതിക്കുരങ്ങൻ സട പിടിച്ചു വലിച്ചപ്പോൾ ശല്യം സഹിക്കാൻ വയ്യാതെ ഒറ്റത്തൊഴി തൊഴിച്ച് പറത്തിയതാണ്. ഷെർലക് സിംഹത്തെ താഴെ നിർത്തി. എന്നിട്ട് കുരങ്ങമ്മയോട് പറഞ്ഞു, കുട്ടികളെ പാർക്കിൽ കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യമുണ്ടാകാതെ നോക്കണം. കുട്ടിക്കുരങ്ങൻ അപ്പോഴും ശബ്ദമലിനീകരണം തുടർന്ന്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഈ കഥ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇതുപോലെ വലിയ കഥകളുമായി വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.